Hi friends, welcome to Jisha's Flavors. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ ടിക്ക മസാലയാണ്. അതായത് ചിക്കൻ ടിക്ക കൊണ്ടുള്ള ഒരു മസാല കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ 800 ഗ്രാം ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ബോൺലെസ് ചിക്കൻ ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ബോണുള്ള ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കണം. ഇതിലേക്ക് ഞാൻ 6 ടേബിൾ സ്പൂൺ തൈര് 6 മുതൽ 8 ടേബിൾ സ്പൂൺ വരെ തൈര് എടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കോറിയൻഡർ പൗഡർ, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് 1 ടീസ്പൂൺ കസൂരിമേത്തി അതായത് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. അത് കൈകൊണ്ട് നന്നായി തിരുമിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനം ഇതിലേക്ക് 1 ലെമണിൻ്റെ പകുതി നന്നായി പിഴിഞ്ഞൊഴിക്കാം. ഇതെല്ലാം കൂടെ കൈവച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലിട്ട് നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മിനിമം 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കണം, എന്നാലേ മസാല നന്നായി ചിക്കനിലേക്ക് പിടിക്കൂ. ഇത് ഞാൻ ഏകദേശം ഒരു 3 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഫ്രൈങ് പാനിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും ചെയ്യുന്ന രീതിയിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഓവൻ ഉള്ളവർക്ക് ഓവനിൽ വെച്ച് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റൗ കത്തിച്ചിട്ടുള്ളത്. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഓരോന്നായി തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ചിക്കനിൽ നിന്ന് തന്നെ വരുന്ന വെള്ളമാണ്. ഞാൻ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇവിടെ ഞാൻ ഓയിൽ ഒട്ടും ഒഴിക്കാതെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച ശേഷവും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ നന്നായി വെന്ത് കിട്ടണം. നമുക്ക് കുറച്ച് നേരം കൂടെ പാത്രം അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം നന്നായി വറ്റിയിട്ടുണ്ട്. ഇതിലെ മസാലയെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇതിലെ മസാലയെല്ലാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ചിക്കൻ ടിക്കയിലേക്കുള്ള മസാല തയ്യാറാക്കാനായി പാൻ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 മിനിറ്റ് നേരം വഴറ്റി കൊടുക്കണം. അതിൻ്റെ റോ ടേസ്റ്റ് പോകുന്നത് വരെ അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ വലിയ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് എന്തായാലും മിക്സിയിൽ അരച്ചെടുക്കും. ഇപ്പോൾ സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇവിടെ മീഡിയം സൈസുള്ള 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി തക്കാളിയും സവാളയും എല്ലാം നന്നായി വെന്ത് വരണം. ഇപ്പോൾ തക്കാളിയും സവാളയും എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 8-10 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തത് ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയും കാഷ്യൂനട്ടൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തീ കുറച്ച ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കസൂരിമേത്തി കൈകൊണ്ടൊന്ന് നന്നായി പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിയുടെ റോസ്മെൽ പോകുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായി തണുക്കണം. തണുത്തതിന് ശേഷം മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. ഉള്ളി വഴറ്റി അതേ പാത്രത്തിലേക്ക് തന്നെ അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക.
അതിനുശേഷം മസാല നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 250 ml ഗ്ലാസ്സിലാണ് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി ഗ്രേവി നന്നായി തിളയ്ക്കണം. തിളച്ചതിന് ശേഷം അതിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ്റെ കഷ്ണങ്ങളും ഗ്രേവിയെല്ലാം നന്നായി മിക്സായി വരണം. അതിനുവേണ്ടി നമുക്കിത് 5 മിനിറ്റ് നേരം കൂടി കുക്ക് ചെയ്യണം. അപ്പോൾ ഗ്രേവി എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും 1/2 ടീസ്പൂൺ കസൂരിമേത്തി പൊടിച്ചതും കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും കൂടെ ഇട്ടതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കളറൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. സാധാരണ ചിക്കൻ ടിക്ക മസാലയ്ക്ക് നല്ല റെഡ് കളർ ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീം ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതിന് പകരമാണ് ഞാൻ സവാള വഴറ്റുമ്പോൾ 10-12 കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.